ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ക്ലാസ്സിൽ പോവാണ് ഗൈസ്. അമ്മ ഓഫീസിൽ പോകുന്നു. ഹായ് പറ. ഹായ് പറഞ്ഞോ. ഓക്കെ, താങ്ക് യു. ഒന്നുമില്ല. ശരി ശരി, 1 മിനിറ്റ്. എന്തോ കേട്ടില്ല. ഇല്ല, കൊണ്ടുവന്നില്ല ഗൈസ്. ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ട്രിവാൻഡ്രം ഉള്ളവർക്കൊക്കെ വരാം. ഇതൊരു പ്രൊമോഷൻ അല്ല, ഫ്രീ ആണ്. ഹലോ ഗൈസ്, ഞാൻ ഡീസൻ്റ് ആയിട്ടാ പറയാറ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എനിക്കൊരു ജ്യൂസും കിട്ടി, കോംപ്ലിമെൻറ്റ് വന്ന് സാറ് മേടിച്ചത്. സോ ഞാൻ ബാക്കി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിച്ചു തരാം. ബാക്കി വീഡിയോയിലേക്ക് പോയി. അവിടെ കുറച്ച് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ക്രിസ്മസിൻ്റെ 4 days പരിപാടി വരുന്നുണ്ട്. 4 days 18 to 19 20 21 ഈ 4 days അവിടെ പ്രോഗ്രാം ഉണ്ട്. കുറേ പരിപാടിയുണ്ട്. സോ നിങ്ങൾ ട്രിവാൻഡ്രം ഉള്ളവർ എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ്. ട്രിവാൻഡ്രം ഉള്ളവർ മാക്സിമം വന്ന് സപ്പോർട്ട് ചെയ്യുക. സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഷോപ്പ് ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെന്താ സോ അവിടുത്തെ കോർഡിനേറ്റ് ചെയ്യുന്നകത്ത് നമ്മൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും നമ്മളെല്ലാം കൂടെയൊക്കെ കുറേ ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാംസിൻ്റെതായ കുറേ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് അതിന് വേണ്ടി പോയത്. എനിക്ക് ക്ലാസ് കഴിഞ്ഞു, ബട്ട് അതിന് വേണ്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു, ഇങ്ങനെ പരിപാടി ഉണ്ട്, സോ പ്ലാൻ ചെയ്യണം. അങ്ങനെ ഇന്ന് പോയതാണ്. അപ്പോൾ ഇന്ന് പോയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിരുന്നുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയുണ്ട് മേടിക്കാനായിട്ട്. നോക്കിയപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചത്ര കുറേ സാധനങ്ങളൊന്നുമില്ല. ഞാൻ പക്ഷേ ഒട്ടും വിചാരിച്ചില്ല. രാമേന്ദ്രയില്ല, അവിടെ ഒട്ടും കളക്ഷൻ ഇല്ല ഗൈസ്. ക്രിസ്മസിന് വെള്ളയമ്പലം രാമേന്ദ്രയാണ്. അവിടെ അധികം കളക്ഷൻ എനിക്കൊന്നും തോന്നിയില്ല. എനിക്കുള്ളതായിട്ട് നല്ല ചിലതൊക്കെ അവിടെ ഡാമേജ് പീസ് ഉള്ളത് നമ്മൾ ചോദിച്ചതിൻ്റെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇതേ ഉള്ളൂ, അത് വേറെ നേരെയാക്കി എടുത്താൽ മതി. ആകെ ഒരൊറ്റ ബോൾസിൻ്റെ ഒരു സംഭവം, പല ഗ്ലിറ്ററിൻ്റെ അങ്ങനത്തെ ബോളൊക്കെ ആ സംഭവം. അപ്പോൾ അത് ആകെ റെഡായിട്ട് ഒരൊറ്റ പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ലാതെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡാമേജ് ചെയ്തിങ്ങനെ ചളുങ്ങിയ പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമില്ല, അതൊന്ന് പ്രസ് ചെയ്ത് അത് പൊട്ടിച്ചിട്ടെടുത്ത് പ്രസ് ചെയ്താൽ അത് ശരിയാവും ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ അത് മേടിച്ചില്ല. അവിടുത്തെ സ്റ്റാഫ് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നാളെ പോയിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്ത് വെക്കണമെന്ന് കരുതുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് മേടിച്ചു വെച്ചു. ഇനിയും പക്ഷേ ബാക്കി സാധനങ്ങളൊന്നും എനിക്ക് അവിടെ വിചാരിച്ച ലൈറ്റോ കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര ലോക്കൽ സെറ്റപ്പ് പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയതാണ് പറയുന്നത്. പിന്നെ അവർ വിലക്കുള്ള സാധനമില്ല, നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. വിലക്കുള്ള അതിനെക്കാട്ടും നല്ലതായിട്ട് വേറെ എവിടെയൊക്കെ പോയി ചാലയിലൊക്കെ പോകുന്നത് കരുതുന്നു. സോ അവിടെയൊക്കെ പോയി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും, കുറച്ചുകൂടെ കളക്ഷൻസ് ഉണ്ടാവും. സോ അവിടെ പോകുന്നത് അതും ഒരു വ്ളോഗോ വീഡിയോ എന്തെങ്കിലും ആയിട്ട് ഷോർട്സോ ആയിട്ടൊക്കെ ഞാൻ ഇടുമായിരിക്കും. ഞാൻ ഓർക്കുകയാണെങ്കിൽ എന്തായാലും ഓക്കെ. സോ ഇന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് വേറെ ഫുഡൊന്നും ഞാൻ കണ്ടില്ല. സോ എനിക്ക് അത് വിട്ട് പോകുന്നില്ല. എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയില്ല. ഓരോരുത്തർക്ക് ഓരോ കംഫർട്ട് വേർഡാണല്ലോ, എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. പണ്ടൊരു എനിക്ക് ലൈക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോൾ സോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നു. ഇത് എവിടെ കണ്ടുപോകുന്നില്ല. സോ പാസ്ത ഉണ്ടാക്കാൻ എനിക്ക് വിശന്നിട്ട് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. സോ രാവിലെ കഴിക്കാണ്ട് അമ്മ ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ക്ലാസ്സിൽ അവിടെ പരിപാടിക്കാൻ പോയി. പിന്നെ ഇപ്പം കുറച്ച് തന്നെ 1 o'clock ആയപ്പോൾ അവിടെ ഇറങ്ങി. പിന്നെ വെള്ളയമ്പലത്ത് ആസ് യൂഷ്വൽ പാർട്ടിക്കാരുടെയൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര സമരമല്ല, എന്തോ പ്രതിഷേധം അങ്ങനെ സംഭവം എന്തോ ആയിരുന്നു. അവിടെ ബ്ലോക്കും കാര്യങ്ങളും ഏതോ ഒരു ഗ്രീൻ ബ്ലൂ അങ്ങനെ എന്തൊക്കെ ഫ്ലാഗ് കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പറയാൻ സത്യം പറയാം. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള റെഡ് കമ്മ്യൂണിസ്റ്റ്, പിന്നെ മറ്റേ ഫ്ലാഗിൻ്റെ പോലെ 3 കളർ കോൺഗ്രസ് അല്ലേ, അങ്ങനെ എനിക്കിനെ പറ്റി കൂടുതൽ വിവരമൊന്നുമില്ല. BJP ഓറഞ്ച് എനിക്കത് അത്രേ അറിയുള്ളൂ, വേറെ കളേഴ്സൊന്നും എനിക്കറിയില്ല. സോ അപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ട് ബാക്കി വീട്ടിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ ഡിന്നർ പോഹ ഉണ്ടാക്കിയിരിക്കുന്ന ഫുൾ അലമ്പല്ലേ. പോഹ ഉണ്ടാക്കി. പിന്നെ ഇനി അമ്മയ്ക്ക് മുട്ട വെച്ച് ബുൾസ വേണമെന്ന് പറഞ്ഞു. സോ അതുണ്ടാക്കാൻ പോകും. ഞാൻ അതിലൊരു പരീക്ഷണം നടത്താൻ പോവാണ്. സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സംഭവത്തെ ഈ ഷേപ്പിൽ ഞാൻ പോഹ ഉണ്ടാക്കിയതാക്കി. പക്ഷെ അങ്ങനെ സക്സസ് ആയോന്ന് എനിക്കറിയില്ല. ഇത് ഫുള്ള് കവറാവണമായിരുന്നു, കവറായിട്ടില്ല. ഇനി അമ്മ കഴിച്ച് കാണിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ലായിരുന്നു, ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഉദ്ദേശിച്ചത്ര വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ എനിക്ക് പറ്റുന്ന രീതിക്ക് അവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ആകെ ജസ്റ്റ് കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് അന്ന് ടെമ്പിളിൽ ഞാൻ ഫസ്റ്റ് വ്ളോഗ് ഇടുന്നപ്പോഴാണ് തോന്നുന്നത് ടെമ്പിളിൽ കള്ളം കയറിയപ്പെട്ടത്. അല്ലാണ്ട് ഇപ്പോഴാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ പോയി റെഡിയായി ഇറങ്ങി, അമ്മയെ കൊണ്ടാക്കി ഞാൻ ക്ലാസ്സിൽ പോയി.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവുമായിരിക്കും എൻ്റെ ക്ലാസ്സൊക്കെ കാണുമ്പോൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്ത് ക്ലാസ് ആണെന്നൊക്കെ. ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ വിട്ടേക്ക്, ഞാൻ അത് വഴിയെ കാണിച്ചു തരാം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 4 days ഫംഗ്ഷൻ ഉണ്ട്, ക്രിസ്മസ് ഫംഗ്ഷൻ. KT എജുറൈറ്റിൻ്റെ EFL അക്കാഡമി, കേരള ട്രാവൽസ്, പിന്നെ ഫ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരുടെയും കൂടെ പ്രോഗ്രാമാണ്. സോ ആർക്ക് വേണോ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പ്രോഗ്രാം കാണാം, സ്റ്റോളൊക്കെ ഉണ്ട്, ഷോപ്പ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ട്രിവ്യൻസ് വേണമെങ്കിൽ വരാം, എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ഇതോടുകൂടി. സോ നിങ്ങൾ വരേണ്ടവർ വരാം. സ്ഥലം വെള്ളയമ്പലത്താണ്, സ്റ്റാർബക്സിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ പഴയ സ്റ്റുഡൻസ് എന്നൊക്കെ പറയാം, പഴയ സ്റ്റുഡൻസും എല്ലാ സ്റ്റുഡൻസും ടീച്ചേഴ്സും മാമും അവിടുത്തെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള പരിപാടി. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഫുഡ് കഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഫുഡ് കഴിച്ചത്. പിന്നെ ഈവനിങ് കൈ ഷീക്കാവുന്നുണ്ടല്ലേ, കൈ എടുക്കുന്നത്. ഈവനിങ് ഞാൻ അമ്മയെ വിളിക്കാൻ പോയി, അത് ഞാൻ എടുത്തില്ല, അത് ഞാൻ മറന്നുപോയി. അമ്മയെ വിളിക്കാൻ പോയി. ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്, ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അമ്മയെ വിളിക്കാൻ പോയത്. സോ അതിൻ്റെ തിരക്കിലായിരുന്നു, അതെനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് സ്പേസ് ഇല്ലായിരുന്നു. സോ അതിൻ്റെ പുറകെ ആയതുകൊണ്ട് അതെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്താ, ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയൊക്കെ ഉള്ളൂ. വേറെന്താ, പോയിട്ട് വന്നു. പിന്നെ ആസ് യൂഷ്വൽ കഴിച്ച ഡിന്നർ കണ്ടല്ലോ. പിന്നെ ബെയിലിയെ തുറന്നിട്ട് കുറച്ച് നേരം, അത്രയൊക്കെ ഉള്ളൂ. ബെയിലിയെ ജോഡിനെയും ഗൂഫിനെയും ഇവിടുത്തെ പട്ടിക്കുട്ടന്മാരൊക്കെ. പിന്നെ ഇന്നലെ പിണങ്ങിപ്പോയ ഞങ്ങളുടെ പൂച്ചക്കുട്ടിയല്ലേ, കുറച്ച് പ്രായമേ, സ്മോക്കി എന്ന് പറഞ്ഞിട്ട്, അവനെ ഇന്നലെ അമ്മ എന്തിനും അടിച്ച് ചെറുതായിട്ടൊന്ന് കുട്ടിയതേ ഉള്ളൂ. ഇന്നലെ രാവിലെ ഇറങ്ങിപ്പോയി, എന്നിട്ട് ഇന്ന് വൈകിട്ടാണ് വന്നത്. വൈകിട്ട് സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈം കഴിഞ്ഞു എന്നിട്ടാണ് വന്നത്. കരഞ്ഞുകൊണ്ട് കയറി വന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. ഞാൻ പക്ഷേ അടുപ്പിക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഇത്ര ജാടിയിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഒരു ഉപ്പില്ലാതെ കയറി വന്നു. പക്ഷേ മോശം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ യൂട്യൂബ് ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ആർഷ സജി അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.